ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന വിചിന്തന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്, എന്തു പ്രസക്തിയാണ് ആ അത്ഭുതങ്ങൾക്ക് ഇന്ന് നമുക്കുള്ളത്, എന്ത് അടയാളങ്ങളാണ് നമ്മളിലൂടെ സ്വീകരിക്കേണ്ടത് എന്ന ഒരു അന്വേഷണമാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. പഴയ നിയമത്തിലും സമാന്തര സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. യോഹന്നാനെഴുതിയ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ 8 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ 7 അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ അവസാനമായി വേറൊരു അത്ഭുതവും. ഈ ആദ്യത്തെ 7 അടയാളങ്ങളിൽ നിന്ന് നമ്മൾ 2 വിശദമായി കണ്ടു കഴിഞ്ഞു. ആദ്യത്തേത് കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിയതായിരുന്നു. രണ്ടാമത്തേത് കാനായിൽ വെച്ച് തന്നെ കഫർനാമിലെ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. 3-ാമത്തെ അടയാളം നമ്മൾ കണ്ടു, അത് ജെറൂസലമിൽ അജകവാടത്തിനടുത്തുള്ള ബെത്സദ കുളക്കരയിൽ 38 വർഷമായി തളർന്നു കിടന്ന ഒരു വ്യക്തിക്ക് യേശു സൗഖ്യം നൽകുന്നതാണ്. തളർവാദ രോഗിക്ക് നൽകുന്ന സൗഖ്യം, അതാണ് 3-ാമത്തെ അടയാളം. നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞു. 4-ാമത്തെ അടയാളം അത് വീണ്ടും ഗലീലിലാണ്. ആദ്യത്തേത് ഗലീലിലായിരുന്നു, രണ്ടാമത്തേത് നമ്മൾ കണ്ടു ഇവിടെ ബെത്തസ്ദ ജെറൂസലത്താണ്. അപ്പോൾ ജെറൂസലത്തേക്ക് 2-ാം തവണ യേശു പോയതായിരുന്നു. അത് ആദ്യത്തെ തവണയാണ് ജെറൂസലത്ത് ദേവാലയം ശുദ്ധീകരിക്കുക, 2-ാം തവണയാണ് ബെത്തസ്ദയിലെ രോഗിക്ക് സൗഖ്യം നൽകുന്നത്. അതിനുശേഷം യേശു ഗലീലിലേക്ക് വന്നു, അപ്പം വർദ്ധിപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് 6-ാമത്തെ അധ്യായത്തിൽ. അതിനുശേഷം യേശു കടലിന് മീതെ നടക്കുന്ന സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു കടൽ മീതെ നടക്കുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടും സമാന്തര സുവിശേഷങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി അടുത്ത സംഭവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് ജെറൂസലമിൽ വെച്ച് ഒരു അന്ധയാചകന് യേശു സൗഖ്യം നൽകുന്ന സംഭവമാണ്. ഒരു സാഹചര്യം എടുത്ത് പറയുമ്പോൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയും: യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. അപ്പോൾ യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നു. വീണ്ടും യൂദയായിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് കൂടാരത്തിരുന്നാളാണ്, 3-ാമത്തെ തിരുനാൾ. ആദ്യം പെസഹ തിരുനാൾ കണ്ടു, 2-ാമത്തെ പെന്തക്കോസ്താ തിരുനാളായിരുന്നു. അതിനുശേഷം വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പെസഹ തിരുനാളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് കൂടാര തിരുനാൾ വരുന്നത്. പ്രധാനമായ തിരുനാളാണ് കൂടാര തിരുനാൾ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ലേവ്യരുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാര തിരുനാളിൻ്റെ പ്രത്യേകത ഇതാണ്: ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നവരെ കൂടാരങ്ങളിലാണ് വസിച്ചിരുന്നത്. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം കൂടാരങ്ങൾ വസിച്ചിരുന്നു. ആ കൂടാരങ്ങൾ വസിച്ചിരുന്നതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അവർ 7 ദിവസത്തേക്ക് 8 ദിവസത്തേക്ക് കൂടാരത്തിൽ താമസിക്കും. ആ കൂടാരത്തിൽ വസിക്കുന്നത് ആദ്യമൊക്കെ സ്വന്തം നാടുകളിലായിരുന്നു. പിന്നെ ജെറൂസലത്തേക്ക് വന്നാലും ജെറൂസലത്തിന് ചുറ്റുപാടുമൊക്കെ കൂടാരമടിച്ച് കൂടാരങ്ങൾ വസിക്കുന്ന ഒരു തിരുനാളാണ്. അതേസമയം അത് വെള്ളത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും തിരുനാൾ കൂടിയാണ്. പ്രകാശത്തിന് തിരുനാൾ പറയും. ജെറൂസലം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ, വിജാതിയുടെ അങ്കണത്തിൽ വലിയ 4 ദീപസ്തംഭങ്ങൾ നാട്ടുകയും ആ ദീപസ്തംഭം മുഴുവൻ പ്രകാശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഈ 7 ദിവസങ്ങൾ. കൂടാര തിരുനാൾ പ്രകാശത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ജലത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. വിവിധ ശുശ്രൂഷകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ പ്രകാശത്തിൻ്റെ ഒരു തിരുനാൾ ആഘോഷമായിട്ടാണ് കൂടാര തിരുനാൾ കണക്കാക്കുന്നത്. ആ കൂടാര തിരുനാളിന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു പരസ്യമായിട്ട് പോയില്ല. പക്ഷേ പിന്നീട് കാണും 10-ാമത്തെ വാക്യത്തിൽ 7:10 അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായില്ല, രഹസ്യമായി. അങ്ങനെ ആ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ കൂടാര തിരുനാളിന് യേശു വന്നു. ജെറൂസലത്ത് 7 ദിവസത്തെ തിരുനാളുകളുണ്ട്. ആ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ യേശു കടന്നു പോകുന്ന ഒരു സാഹചര്യം തോന്നുന്നു. അവിടെ ഒരു കുരുടന് സുഖം നൽകുന്നതാണ് സംഭവം. ബൈബിളിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ദീർഘവും നാടകീയവുമായ ഒരു വിവരണമാണ് ഈ 9-ാമത്തെ അധ്യായത്തിലുള്ളത്. വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ
സംഘർഷഭരിതമായ ഒരു വിവരണമാണ്. സംഭാഷണമാണല്ലോ നാടകത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന സംഭാഷണവും സംഘട്ടനങ്ങളും സംഘർഷങ്ങളും. ഇപ്രകാരം ഒരു വലിയ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണ് അല്ലെങ്കിൽ വിവരണമാണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അത് ദീർഘമാണ് വിവരണം. 9-ാമത്തെ അധ്യായം 41 വാക്യങ്ങളുണ്ട്. ഈ 41 വാക്യങ്ങളെ 7 രംഗങ്ങളായി സുവിശേഷകൻ ചിത്രീകരിക്കുന്നുണ്ട്. ആദ്യത്തേത് 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് യേശു ഒരു കുരുടനെ സുഖപ്പെടുത്തുന്നു, സൗഖ്യം നൽകുന്നു. രണ്ടാമത്തെ ഭാഗം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ആ കുരുടനെ ചോദ്യം ചെയ്യുന്നു ജനങ്ങൾ, അവൻ എന്താണ് സംഭവിച്ചെന്നറിയാതുണ്ട്. മൂന്നാമത്തെ ഭാഗം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കുരുടനെ ഫരിസേയർ ചോദ്യം ചെയ്യുന്നു. 18-23 വാക്യങ്ങളിൽ ഫരിസേയർ കുരുടൻ്റെ മാതാപിതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നു. അവസാനം 5-ാമത്തെ ഭാഗം, അതായത് 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അവനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. കുരുടനെ അവർ പള്ളിക്ക് പുറത്താക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സമൂഹത്തിന് പുറത്താക്കുക. അവിടെ ഒരു വലിയ ക്ലൈമാക്സ് എത്തുകയാണ്. യേശു കാഴ്ച നൽകി സ്വതന്ത്രനാക്കിയ മനുഷ്യനെ യഹൂദ നേതാക്കന്മാർ സാബത്ത് ലംഘിച്ചു എന്നൊരു പേരിൽ അവനെ സഭയ്ക്ക് പുറത്താക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ, സഭയ്ക്ക് പുറത്താക്കുന്നു. ആ പുറത്താക്കപ്പെട്ട വ്യക്തിയെ യേശു തേടി വരുന്നതാണ് 6-ാം ഭാഗം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു കാണും. യേശു അവനെ തേടി വരുന്നു. യേശുവിനെ അവൻ കർത്താവായി ഏറ്റുപറയുന്നു. അവസാനമായിട്ട് യേശുവും ഫരിസേയരിൽ നിന്നുള്ള സംഘർഷം അതിൻ്റെ ഉച്ചകോടിയിലെത്തുകയാണ്. അവസാനം പറയും, ഞങ്ങൾ കാണുന്നു, നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. പടിപടിയായി അന്ധനായിരുന്നൊരു വ്യക്തി പടിപടിയായി കാഴ്ച പ്രാപിക്കുകയും നിത്യജീവനിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതോടൊപ്പം കാണുന്നുവെന്ന് വിചാരിക്കുന്ന നിയമജ്ഞരും മത നേതാക്കന്മാരും പടിപടിയായി തങ്ങളുടെ അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ദൈവരാജ്യത്തിന് പുറത്താവുകയും ചെയ്യുന്ന ഒരു വിവരണമാണ് എടുത്തു കാണിക്കുക. വളരെ സംഘർഷഭരിതമായ വിവരണം. നമുക്ക് ഒന്ന് പടിപടിയായിട്ട് ഇതിൽ കടന്നു പോകാനായിട്ട് നോക്കാം. 1-ാം ഭാഗം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇതാണ് സംഭവം. വാസ്തവത്തിൽ 2 വാക്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു. യേശു അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി കഴുകാൻ പറഞ്ഞു, അവൻ പോയി കഴുകി കാഴ്ച കിട്ടി. ഇതാണ് സംഭവം. 2 വാക്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഈ സംഭവത്തിൻ്റെ വിശകലനവും വിശദീകരണവുമാണ് 41 വാക്യങ്ങളിലായി വലിയ നാടകമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അത് തുടക്കം യേശു അവനെ കണ്ടു. നമ്മളെപ്പോഴും കാണുന്നത് യേശു കണ്ടു എന്നതിന് പ്രാധാന്യമുണ്ട്. അനേകർ അവനെ കണ്ടു, പക്ഷേ യേശു കാണുന്ന പ്രത്യേകത ഇവൻ ഇവിടെ അന്ധനായിട്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ അന്ധതയിലേക്ക്, അവൻ്റെ അവസ്ഥയിലേക്ക് യേശുവിന് ശ്രദ്ധയുണ്ട്. പക്ഷേ ഇവിടെ യേശു കാണുന്ന പോലെയല്ല ശിഷ്യന്മാർ കാണുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? മനുഷ്യനുണ്ടാകുന്ന എല്ലാ തിന്മകളും, അനുഭവിക്കേണ്ടുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും തിന്മകളും എല്ലാം പാപത്തിൻ്റെ ഫലമാണ് എന്നൊരു സൂചനയുണ്ട്. അതോടൊപ്പം ഒരു വ്യക്തിയും അനുഭവിക്കുന്ന ഓരോ ദുരിതത്തിനും കാരണം ആ വ്യക്തിയുടെ തന്നെ പാപമാണ് എന്നൊരു ചിന്തയും വരുന്നു. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരാൾക്ക് പാപം ചെയ്യാൻ സാധിക്കുന്ന ചോദ്യം ഉണ്ടാകും. കാരണം ഇവൻ അന്ധനായി ജനിക്കുന്ന ഇവൻ്റെ പാപം മൂലം എങ്ങനെ ആകുക? അതിന് ഇവിടെ മറുപടി, ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ മനുഷ്യർ തീരുമാനമെടുക്കാനുള്ള സാഹചര്യമുണ്ടെന്നും അങ്ങനെ അവൻ പാപം ചെയ്തുകൊണ്ടാണ് അന്ധനായി ജനിക്കുന്നതെന്നൊരു വ്യാഖ്യാനമാണ്. രണ്ടാമത്തേത് മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണ്. അപ്പം മാതാപിതാക്കന്മാരുടെ പാപം മൂലം മക്കൾക്ക് തിന്മയുണ്ടാകും, 3-4 തലമുറകളിലെ ശാപം നിലനിൽക്കുന്നൊക്കെയുള്ള ബൈബിൾ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ മനുഷ്യനുണ്ടാകുന്ന എല്ലാ തിന്മകളും, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യം മുതൽ എല്ലാം ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ അഥവാ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിച്ചിരുന്ന സമൂഹത്തിന്, ഇന്നും ചിന്തിക്കുന്ന സമൂഹത്തിന് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. പലപ്പോഴും കേൾക്കാറുണ്ട്, ഇത് നിൻ്റെ കുഴപ്പമുണ്ടല്ലോ, നിൻ്റെ മാതാപിതാക്കന്മാർ ചെയ്താൽ. അപ്പം മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് പല കാര്യങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ധ്യാനഗുരുക്കന്മാരും ധ്യാനകേന്ദ്രങ്ങളും ഒക്കെ ഇങ്ങനെ പൂർവികരുടെ പാപത്തിൻ്റെ ഫലമായുണ്ടാകുന്ന ശാപത്തിന് പരിഹാരം അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഇതാണ്,
മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടായിരിക്കണമെന്നില്ല, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമല്ല. കാരണം മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അപ്പം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, അത്യാഹിതങ്ങൾ ഇതെല്ലാം ശാപമായി കണക്കാക്കണമെന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിയാൻ അവസരങ്ങളായി മാറാം. രോഗങ്ങൾ പോലും എനിക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ചാലുകളായി മാറാം. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. എന്തെങ്കിലും നഷ്ടമുണ്ടാകുമ്പോൾ ദൈവം ശപിച്ചതുകൊണ്ടാണെന്നില്ല, നഷ്ടം ഉണ്ടാകുമ്പോഴല്ലേ പലപ്പോഴും കണ്ണു തുറക്കുക, തല്ല് കിട്ടുമ്പോഴല്ലേ തിരിഞ്ഞു നോക്കുക. എന്തെങ്കിലും അത്യാഹിതമുണ്ടാകുമ്പോഴാണ് ദൈവമേ എന്ന് വിളിക്കുക. ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിയാനുള്ള അവസരമാകാം. അത് ശാപമല്ല, ശിക്ഷയുമല്ല, അവസരമായി കണക്കാക്കണം. യേശു പറഞ്ഞു, ഇത് ശാപത്തിൻ്റെ ഫലമല്ല, ഇവനിലൂടെ പ്രകടമാകണം, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാനുള്ള ഒരവസരമാണിത്. അതെങ്ങനെ പ്രകടമാകുന്നു നമ്മൾ കാണാൻ പോവുകയാണ്. യേശു പറയും പ്രത്യേകം ഒരു വാക്യം നോക്കുക, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശുവാണ് ലോകത്തിൻ്റെ പ്രകാശം. യേശുവിനെ അനുഗമിക്കാവുന്നവർ മാത്രമേ അന്ധകാരത്തിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വളരെ വ്യക്തമായൊരു സൂചന കൊടുക്കുകയാണ്. ഇവിടെ ശാരീരികമായ അന്ധതയിൽ കഴിയുന്നൊരു മനുഷ്യൻ, ആത്മീയമായ അന്ധതയിൽ കഴിയുന്ന നേതാക്കന്മാർ. ശാരീരികമായ അന്ധതയിൽ കഴിയുന്നവൻ യേശു കാഴ്ച കൊടുക്കുന്നു. അവൻ പടിപടിയായി ശാരീരികമായി മാത്രമല്ല ആത്മീയമായ കാഴ്ചയും സ്വീകരിക്കുന്ന അവസാനം യേശു ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറഞ്ഞ് ആരാധിച്ച് രക്ഷ പ്രാപിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ കൂടുതൽ അന്ധകാരത്തിൽ ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കില്ല പറയും. അവിടെ ഇത് പറഞ്ഞിട്ട് തുപ്പൽ ചെളി ഉണ്ടാക്കി, അതൊരു അടയാളമാണ്. ഇപ്പോൾ യേശുവിൻ്റെ തുപ്പലിൻ്റെ ശക്തി കൊണ്ടാണോ അല്ലെങ്കിൽ കുടത്തിൽ കഴിയുന്നതിൻ്റെ ശക്തിയാണോ ഒന്നുമല്ല. ഇത് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാക്കുന്ന അടയാളം എന്ന് കണക്കാക്കിയാൽ മതി. തുപ്പലിന് ശക്തി ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതൊന്നും വരുന്നില്ല. ഇപ്പോൾ കണ്ണിൽ തുപ്പൽ പുരട്ടുന്നതിനെ കുറിച്ച് മർക്കോസിന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഇതൊരു അടയാളമായിട്ട് കണക്കാക്കുക. പക്ഷേ ഈ അടയാളമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം അവൻ സാപത്തിലാണ് ഇത് ചെയ്തത്. 5-ാമത്തെ അധ്യായത്തിൽ കണ്ടു, തളർവാദ രോഗി കിടക്കയെടുത്ത് നടന്നത് സാപത്തിലായിരുന്നു. ഇവിടെ യേശു ചെളിയുണ്ടാക്കിയത് കണ്ണിൽ പുരട്ടിയതും ഇവൻ പോയി കണ്ണ് കഴുകിയതും സാപത്തായിപ്പോയി. അതുകൊണ്ട് അടുത്ത പടി, അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. സന്തോഷമായിരുന്നു. പക്ഷേ അതല്ല സംഭവിക്കുക. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അവനറിയാം ഞാൻ ആരായിരുന്നു, ഞാൻ കുരുടനായിരുന്നു, എനിക്കിപ്പോൾ കാണാം, ഞാൻ തന്നെയാണ്. കുരുടൻ്റെ സാക്ഷ്യം. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണ് തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ മറുപടി പറഞ്ഞു. ശ്രദ്ധേയമാണ് ഓരോ വാക്കുകളും. എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അവനറിയാം ഞാൻ അന്ധനായിരുന്നു, ജനിച്ചത് അന്ധനായിട്ടാണ്. യേശു എന്ന പേരുള്ളൊരു മനുഷ്യൻ ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ കണ്ണ് കഴുകി കാഴ്ച കിട്ടി. അപ്പോൾ യേശു എന്ന മനുഷ്യൻ അത്രേ അറിയുള്ളൂ, വേറെ ആരെന്നും അറിയാൻ പാടില്ല. അവൻ എവിടെയാണ് അറിഞ്ഞുകൂടാ. ഇവന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുണ്ട്. ഒരു കാര്യം അറിയാം, ഞാൻ കുരുടനായിരുന്നു, യേശു എന്ന മനുഷ്യൻ എനിക്ക് എൻ്റെ പ്രവർത്തിയിലൂടെ എനിക്ക് കാഴ്ച ലഭിച്ചു. അപ്പോൾ അടുത്ത പടി മൂന്നാമത്തെ നേതാക്കന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നൊരു സാബത്ത് ദിവസമാണ്. ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്തു. ഫരിസേയർ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാപത്തിൽ ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. 2-ാം ഘട്ടം, യേശു എന്ന മനുഷ്യൻ അവനെ പ്രവാചകനായി ഈ അന്ധനായിരുന്ന യാചകൻ സ്വീകരിക്കുകയാണ്. പക്ഷേ ഉണ്ടാകുന്ന തർക്കം ഈ അന്ധന് സൗഖ്യം കിട്ടിയുള്ള സന്തോഷമല്ല ഇവർക്ക്. ഈ സൗഖ്യം കൊടുത്ത വ്യക്തി നിയമം ലംഘിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സാപത്ത് ലംഘിച്ചു. ജീവിതകാലം മുഴുവൻ അന്ധനായി കഴിഞ്ഞ പ്രകാശം കൊടുക്കുകയല്ല, സാപത്തിൽ ഒരു ചെളി ഉണ്ടാക്കി എന്നുള്ളതാണ് അവനെതിരെ കുറ്റം. അവൻ പാപിയാണ്. സാപത്തിൽ തുപ്പലുണ്ട്, ചെളി ഉണ്ടാക്കുന്നവൻ സാപത്ത് ലംഘനമാണ്, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാകാൻ സാധിക്കില്ല. എത്ര ബാലിശമാണ് മതാത്മകമായ ചില വ്യാഖ്യാനങ്ങൾ എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ഇവൻ ദൈവത്തിൽ നിന്നുള്ളവരല്ല, കാരണം സാപത്ത് ലംഘിക്കുന്നു. അപ്പം എന്നോട് ചോദിക്കും, ദൈവത്തിൽ നിന്നല്ലെങ്കിൽ
ഈ ജന്മന അന്ധനായവന് കാഴ്ച കൊടുക്കാൻ മറ്റാർക്കും സാധിക്കുമോ? അത് പ്രശ്നമില്ല. അവൻ നിയമം ലംഘിക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്ന വിശദീകരണം, ഞങ്ങളുടെ വ്യാഖ്യാനം അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവൻ ദൈവത്തിനുള്ളവനല്ല, ഇവൻ തെറ്റുകാരനാണ്, ഇവൻ കുറ്റക്കാരനാണ്. പക്ഷേ അന്ധനായിരുന്നവൻ്റെ മറുപടി ഇതാണ്. ആരാണവൻ? രണ്ടാം ഘട്ടം. യേശു എന്ന മനുഷ്യൻ പ്രവാചകനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അപ്പോൾ അവൻ അന്ധനാണെന്നും 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തത്. അന്ധനാണ് ഇരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. ഇവിടെ യഹൂദർ എന്ന പദം യോഹന്നാൻ വീണ്ടും കൊണ്ട് ഉപയോഗിക്കും. എല്ലാ യഹൂദരെയും ഉദ്ദേശിച്ചല്ല. ലോകം എന്ന പദം പോലെ തന്നെയാണ് യഹൂദർ എന്ന പദവും. മനഃപൂർവ്വം ദൈവിക വെളിപാടിന് യേശുവിനെതിരെ ഹൃദയമടയ്ക്കുന്ന, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമൂഹത്തെ, സത്യം ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിഷേധിക്കുന്ന, മനഃപൂർവ്വം നിഷേധിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ യഹൂദർ എന്ന് വിശേഷിപ്പിക്കുക. അത് നമുക്കും ബാധകമാകാം. സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെതിരെ കണ്ണടയ്ക്കുന്നത് മാരകമായ അപകടമായിരിക്കും, പാപമായിരിക്കും. യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? എങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവരെങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ, അവന് പ്രായമായല്ലോ. തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണം എന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവനോട് പ്രായമായല്ലോ, അവനോട് ഇതിനെ ചോദിക്കുക എന്ന് പറയുന്നത്. എത്ര ഭീകരമായിരിക്കുന്ന മതാത്മകമായ നിയമങ്ങളാണ്. യേശുവിനെ ആരെങ്കിലും ക്രിസ്തുവായിട്ടിട്ട് പറഞ്ഞാൽ അവനെ സഭയ്ക്ക് പുറത്താക്കണം, കൊല്ലുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. എക്സ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന അബ്രാഹാം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ വാഗ്ദാനങ്ങളിലൂടെ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ വരുമ്പോൾ ആ രക്ഷകനെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ തന്നെ സഭയ്ക്ക് പുറത്താക്കണമെന്ന് പറയുമ്പോൾ എന്തുമാത്രം അന്ധകാരവും അന്ധതയും ഈ നേതാക്കന്മാരുടെ ഹൃദയത്തിൽ കുഞ്ഞുകൂടുന്നു എന്നൊരു സൂചനയാണ്. അതുകൊണ്ട് പറയും, അവൻ പ്രായമായല്ലോ, മാതാപിതാക്കന്മാർ ഒഴിവാകുകയാണ്. ഒന്നുമില്ല, അവൻ ഞങ്ങളുടെ മകനായിരുന്നു, ശരിയാണ്, ജനിക്കുമ്പോൾ അതിൻ്റെ കാഴ്ചയില്ലായിരുന്നു, ഇപ്പോഴെങ്ങനെ കിട്ടി അങ്ങനെയൊക്കെ അറിയാൻ പാടില്ല, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ യേശുവിനെ അംഗീകരിക്കുന്നവരെ സമൂഹത്തിന് പുറത്താക്കണം എന്ന നിയമം ഉണ്ടായതുകൊണ്ട് ഇവർ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. യേശുവിനെ അംഗീകരിക്കുന്നില്ല, തള്ളിപ്പറയുന്നുമില്ല. ഇതും ഒരു വലിയ പാഠമാകാം, താക്കീതുമാകാം. സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു മനോഭാവമാണ് ഇവിടെ എടുത്തു കാണിക്കുക. പല ക്യാരക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഈ അന്ധനായിരുന്നവരുണ്ട്, അവൻ മാതാപിതാക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, ഫരിസേയരുണ്ട്, യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ മാതാപിതാക്കന്മാരിങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു മനോഭാവം അപകടകരമാണതും. അടുത്തത് 5-ാമത്തേതാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരിക. 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണു തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ വന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവനെ അവർ പുറത്താക്കി. എപ്രകാരമാണ് അന്ധകാരവും പ്രകാശവും തമ്മിലുള്ള സംഘട്ടനം മുന്നോട്ട് പോകുന്നത്? ഒരു ഭിക്ഷക്കാരൻ, യാചകൻ, അന്ധനായി കഴിഞ്ഞവൻ, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ ഈ നേതാക്കന്മാരുടെ മുമ്പിൽ എപ്രകാരമാണ് വാദിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ പാപിയാണ്, അത് സാപത്ത് ലംഘിക്കുമെന്ന് പറയുമ്പോൾ പാപിയാണ് പുണ്യവാനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ മനുഷ്യൻ്റെ കണ്ണു തുറന്നു. അനുഭവവും ചില ആചാരങ്ങളും തമ്മിലുള്ള സംഘട്ടനമാണ് ഇവിടെ. ഈ കുരുടനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാണാം. ഈ അനുഭവത്തിന് വിരുദ്ധമായി ഒരു വ്യാഖ്യാനവും സ്വീകാര്യമാവുകയില്ല. അവൻ പറയുന്നത്, ഇവൻ സാപത്ത് ലംഘിക്കുന്നവൻ പാപിയാണ്.
പാപിയാണ് പുണ്യനാണ് നിങ്ങൾ നിശ്ചയിക്കുക, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇവൻ ദൈവത്തിൽ നയിക്കപ്പെട്ടവനാണ്, പ്രവാചകനാണ്, ദൈവത്താൽ അയക്കപ്പെടാനല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കുരുടൻ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു, യേശുവിന് സാക്ഷിയായിത്തീരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവനെ പുറത്താക്കുകയായി. അവർ അവനെ പുറത്താക്കി. എക്സ്കമ്മ്യൂണിക്കേഷൻ. യേശുവിന് വേണ്ടി നിലകൊണ്ടുള്ള വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുന്നു. ഇങ്ങനെ പുറന്തള്ളപ്പെട്ടവൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു വരുന്നതാണ് 6-ാമത്തെ രംഗം. 35 മുതൽ 39 വരെ. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. ബഹിഷ്കരിക്കപ്പെട്ട, തനിക്ക് വേണ്ടി സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു കടന്നു വന്നു. പുറംപോക്കിലേക്ക് വരുന്ന, തള്ളിമാറ്റപ്പെട്ടവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിത്രം ഇവിടെ കാണുകയാണ്. സമൂഹം അവനെ പുറത്താക്കി ദൈവത്തിൻ്റെ ജനമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ദൈവം വിളിച്ച അബ്രാഹത്തിൻ്റെ മക്കളെന്ന്, മോശയിലൂടെ ഉടമ്പടിയുടെ ജനമെന്ന് വിചാരിക്കുന്ന, ആ ഉടമ്പടിയുടെ കാവൽക്കാരാണെന്ന് അഭിമാനിക്കുന്ന നേതാക്കന്മാരാണ് ഇവനെ പുറത്താക്കിയത്. അപ്പോൾ അവൻ്റെ അടുക്കിലേക്കാണ് യേശു കടന്നു വരിക. അപ്പോൾ യേശു അവന് സ്വയം വെളിപ്പെടുത്തുകയാണ്. ആരാണ്? മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഇവനറിയാൻ പാടില്ല ആരാണെന്ന്. അപ്പോൾ യേശു അവന് സ്വയം വെളിപ്പെടുത്തി കഴിയുമ്പോൾ പറയുന്നു, നോക്ക് 38-ാം വാക്യം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ പ്രണമിച്ചു. അന്ധനായിരുന്ന മനുഷ്യൻ, യാചകനായിരുന്നവൻ, അവന് കാഴ്ച കിട്ടുന്ന പേരിൽ പുറത്താക്കപ്പെട്ടു. പക്ഷേ അവന് വീണ്ടും ഒരു വലിയ ഉൾക്കാഴ്ച കിട്ടുകയാണ്. ശാരീരികമായ കാഴ്ചയ്ക്ക് അപ്പുറത്ത് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി, കർത്താവായി ഏറ്റുപറഞ്ഞ് ആരാധിക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ അവൻ പ്രകാശത്തിലേക്ക് വരികയാണ്. അപ്പോൾ യേശു പറഞ്ഞു, കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുന്നതിന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നതിന് വന്നിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ ഈ 2 ഭാഗം അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരുമെന്ന് ശിമിയോൻ പറഞ്ഞതുപോലെ. ഇത് കേൾക്കുമ്പോൾ 40-41 വാക്യങ്ങൾ അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് ആണ് വരിക. 7-ാം ഭാഗം, അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. വലിയ ഒരു ശിക്ഷാവിധിയാണ്. നേതാക്കന്മാർക്കെതിരെയായിട്ടാണ് വരിക. ദൈവത്തിൻ്റെ നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത്, അതാണ് ജനങ്ങളെ അനുസരിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നവർക്ക് കിട്ടുന്ന വലിയൊരു ശിക്ഷാവിധിയാണ്. കാണുന്നു വിചാരിക്കുന്നു, പക്ഷേ കാണേണ്ടത് കാണുന്നില്ല. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം വ്യാഖ്യാനിക്കുന്നതിന് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്ന മത നേതൃത്വത്തിൻ്റെ ഒരു ചിത്രം എടുത്തു കാണിക്കുകയാണ്. മറുഭാഗത്തു നിന്ന് ഇവർ പുറത്താക്കിയ വ്യക്തി യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്നു, പ്രകാശത്തിലേക്ക് വരുന്നു, ദൈവത്തിൻ്റെ മകനായി യേശുവിനെ അംഗീകരിച്ച് ആരാധിക്കുന്നു. ഇതാണ് അടയാളം. ഇപ്പോൾ ലോകത്തിലേക്ക് വരുന്ന പ്രകാശമാണ് യേശു. ലോകം അന്ധകാരത്തിലാണ്ട് പോകുമ്പോൾ ആ ലോകത്തിലെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വന്നവനാണ് യേശു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറയും. ലോകത്തിൽ അവന് ജീവൻ്റെ പ്രകാശമുണ്ടാകും. അപ്പോഴേ യേശു ജീവനാണ്, യേശു പ്രകാശമാണ്. പക്ഷേ ഈ പ്രകാശം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വാക്ക് കേൾക്കാനും അനുസരിക്കാനും തയ്യാറാകണം. അല്ലെങ്കിൽ എൻ്റെ തന്നെ കാഴ്ചപ്പാടുകളും എൻ്റെ തന്നെ ചിന്തകളും ബോധ്യങ്ങളുമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ഞാൻ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവനാകും, വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്നതാകും. അതുകൊണ്ട് പാപം നിങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ വാക്കുകൾ നമുക്കും ഒരു താക്കീതായിട്ടെടുക്കണം. ഞാൻ ഈ അന്ധനായിരുന്ന കുരുടൻ കാഴ്ച സ്വീകരിച്ചതുപോലെ ആണോ, അതോ എല്ലാം കാണുമെന്ന് വിചാരിച്ച് ഒന്നും കാണാതിരിക്കുന്ന നേതാക്കന്മാരുടെ ഭാഗത്താണോ എൻ്റെ നിലപാട്? നമ്മളത് കർത്താവിൻ്റെ മുമ്പിൽ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ഈ നാടകത്തിൻ്റെ അവസാനം ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നവർക്ക്, ഞാൻ ഇവിടെ അന്ധൻ്റെ ഭാഗത്താണോ അതോ ഫരിസേയൻ്റെ ഭാഗത്താണോ അതോ മാതാപിതാക്കന്മാരുടെ ഭാഗത്താണോ അതോ ശിഷ്യന്മാരുടെ ഭാഗത്താണോ സ്വീകരിക്കുക? അന്ധന് ലഭിച്ച ആ കാഴ്ച നമുക്കും ഒരു ഉൾക്കാഴ്ചയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.